ഗൈസ്, ഇന്നത്തെ ചലഞ്ച് റംബുട്ടാൻ ഹാർവെസ്റ്റിംഗ് ആണ്. എപ്പോഴത്തെ പോലെ ഓർഗാനിക് റംബുട്ടാൻ ഹാർവെസ്റ്റിംഗ്. ഓക്കെ, തുടങ്ങി. കാണിച്ചു തരാം മരം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇവനെന്തിനാ ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഈ തോട്ടിയായിട്ട് നിൽക്കുന്നതെന്ന്. വേറെ ഒന്നുകൊണ്ടല്ല ഗൈസ്, നല്ല സൂര്യപ്രകാശമുണ്ട്. കണ്ണിലേക്ക് ഇങ്ങനെ നേരെ മുകളിലേക്ക് നോക്കുമ്പോഴേ ഭയങ്കര പവറിൽ അടിച്ചുകൊണ്ടിരിക്കുക കണ്ണിലേക്ക്. അപ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞു പോകും. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഞാൻ അങ്ങനെ നൈസായിട്ട് ടാക്കിൾ ചെയ്തു. അതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരിക്കലും വീടുകളിൽ അനുകരിക്കരുത് നിങ്ങൾ. കാരണം ഈ ഇരുമ്പിൻ്റെ തോട്ടി വെച്ചിട്ടുള്ള ഈ ഒരു പ്രവർത്തനം വളരെ ഡേഞ്ചറാണ്. അതും അത്ര അടുത്തുകൂടി ലൈൻ കമ്പി പോയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ നീ എന്തിനാ ഈ പണിക്ക് പോയെന്ന്. അതുണ്ട്, കാരണമുണ്ട്. ഈ മഴക്കാലത്ത് KCBക്ക് ഒരു പ്രോസസ്സുണ്ട്, ഈ മരങ്ങളുടെ ശിഖരം വെട്ടി ടച്ച് വെട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പോൾ അത് നടക്കുന്ന സമയമാണ് ഇപ്പോൾ. അതോ അവരുടെ വണ്ടി പോകുന്നത് ഞാൻ കണ്ടു. ഒരു 3-4 മണിക്കൂറത്തേക്ക് ഇനി ലൈൻ ഫുൾ ഓഫായിരിക്കും. ആ സമയം നോക്കിയാണ് ഞാൻ ഈ പരിപാടിയൊക്കെ നടത്തിയത്. ഓക്കെ, ഇവിടുന്ന് താഴേക്ക് നല്ലൊരു ഇറക്കാം. അപ്പോൾ കുറേ ഫ്രൂട്ട്സ് അങ്ങോട്ട് ഉരുണ്ട് പോയി താഴേക്ക്. അപ്പോൾ അത് പറക്കാൻ വേണ്ടി അവൾ പോയി. ഉമ്മ ഇതാ ഈ സൈഡിൽ നിന്ന് പറക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിതാ ഇവിടെ ഇങ്ങനെ വെയിലും കൊണ്ട് നിൽക്കുന്നു. അതിനിടയിലാണ് ഗൈസ് അത് സംഭവിച്ചത്. ഇതിലും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളവനാടാ ഈ ഹൈ റേഞ്ച് ഹക്കീം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവൾ വീണ്ടും അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള ഫ്രണ്ട്സൊക്കെ വന്നു. അവർക്ക് കുറച്ച് റംബൂട്ടാനൊക്കെ നമ്മൾ കൊടുത്തു വിട്ടു. കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയാണ് ഗൈസ്. ഗൈസ് ഇത് നോക്കൂ, നൈസല്ലേ? നമ്മൾ ഒരു കൊട്ട നമ്മുടെ അയൽവാസികൾക്ക് വിതരണം ചെയ്തു. ബാക്കി ഇനി അടുത്ത കൊട്ട ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലോ, അങ്ങനെ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ പൂച്ച സാർ വന്നു. പൂച്ച സാറിൻ്റെ കൂടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു. നമ്മുടെ കാറിൻ്റെ അടിയിൽ കയറി നിന്ന് വിശ്രമിക്കുകയായിരുന്നു രണ്ടുപേരും. അപ്പോൾ ഞാൻ പൂച്ച സാറിൻ്റെ വൈഫിനോടൊന്ന് മിണ്ടാൻ നോക്കി. അപ്പോൾ പൂച്ച സാർ ഇടപെട്ടു. അവന് ഇഷ്ടപ്പെട്ടില്ല. ആരടാ എൻ്റെ പെണ്ണിനെ നോക്കുന്നേ, അവൻ ക്യാമറയുടെ ഫ്രണ്ടിൽ കയറി കണ്ടോ. അപ്പോൾ ഞാൻ അവനെ നൈസായിട്ടൊന്ന് പിടിക്കാൻ നോക്കി. അവൻ വഴുതി മാറി. എന്നിട്ട് അവളോട്, നീ എന്ത് തേങ്ങയാണ് നോക്കിക്കുന്നത്, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കണ്ടോ പോകണുണ്ടോ എന്താ അല്ലേ. അപ്പോഴേക്കും നമ്മുടെ കണ്ടോ കുട്ടിപ്പട്ടാളൊക്കെ സ്കൂൾ വിട്ട് വീടെത്തി. ഗൈസ് ഇത് കണ്ടോ, മുകളിൽ നമ്മൾ ഒടിച്ചിട്ട ശിഖരങ്ങൾ അവിടെ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അത് താഴേക്ക് വീണിട്ടില്ല. അതിനി വലിച്ച് താഴെ ഇടണം. അപ്പോൾ ദാ നമ്മുടെ മറിയക്കുട്ടി ചേച്ചി ഇങ്ങനെ ആ സമയത്ത് പറിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ ചേച്ചി ചെറിയൊരു കൂടുമായിട്ട് വന്നു കുറച്ച് റംബൂട്ടാൻ പറക്കാനായിട്ട്. അപ്പോൾ കുറച്ചിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉമ്മ എടുത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നു. അന്തിമഘട്ടത്തിലേക്ക്. അന്തിമഘട്ടം എന്ന് പറയാറായിട്ടില്ല, അന്തിമഘട്ടം അത് കഴിച്ചു തീർക്കലാണല്ലോ. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ പറിക്കുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി ഇതെല്ലാം ഓടിച്ച് ആ കൊട്ടയിലാക്കി എടുത്തു വച്ചാൽ പരിപാടി കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇത് തീർക്കാനുള്ള പരിപാടി നോക്കട്ടെ ഗൈസ്. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.